പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പലരും ആവശ്യപ്പെട്ട പ്രകാരം 34 സൈസിൻ്റെ ഒരു സാരി ബ്ലൗസാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ പലരും അഭിപ്രായങ്ങൾ പറഞ്ഞാലും 34ൻ്റെ ഒരു സൈസും കൂടെ ഒന്ന് ചെയ്യണം. എല്ലാവർക്കും 34ൻ്റെ സൈസ് വെട്ടി തയ്ക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ 34ൻ്റെ ഒരു സൈസിലുള്ള ഒരു പാറ്റേൺ അളവാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മറ്റ് ആമുഖങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ തുണി ഒന്ന് സൈസ് ചെയ്യുക. സൈസ് ചെയ്തിട്ട് 1.5 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് വരയ്ക്കണം. 1.5 ഇഞ്ച് ഇവിടുന്ന് വരച്ചിട്ട് ഇങ്ങനൊരു മാർക്ക് ആദ്യം കൊടുക്കണം. ആദ്യം ഇങ്ങനെ ലെവലൊരു മാർക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇത് 14 ഇഞ്ചാണ് ലെങ്ത്. 14 ഇഞ്ച് ആദ്യം ഈ രണ്ടിടത്തായിട്ട് നമുക്ക് മാർക്ക് ചെയ്യണം. രണ്ടിടത്തായിട്ട് 14 ഇങ്ങനെ മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കണം. ഇനി നമ്മൾ 34ൻ്റെ 1/6 നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 5.25 വരും. എങ്കിലും 5.74 കാണിക്കുന്നത്. 11 ഇഞ്ചാണ് ഇതിൻ്റെ ഷോൾഡർ. 11 ഇഞ്ച് നമുക്ക് ഷോൾഡർ കൊടുക്കാം. കുറച്ചും കൂടെ വൈഡായിട്ട് തന്നെ കാണിച്ചു തരാം. 11 ഇഞ്ച് ഷോൾഡർ ആകുമ്പോൾ നമ്മൾ 5.5 മാർക്ക് ചെയ്യണം. 5.5 രണ്ടിടത്ത് മാർക്ക് ചെയ്തു. സ്ക്വയറിൽ തന്നെ നമ്മൾ ഇങ്ങനെയൊരു മാർക്ക് കൊടുക്കണം. നെക്ക് 2.5 ഇഞ്ച് നെക്ക് വൈഡ് കൊടുക്കുന്നു. 8 ഇഞ്ചാണ് നെക്ക് താക്കേണ്ടത്. അപ്പോൾ തയ്യൽ തുമ്പും കഴിഞ്ഞിട്ട് നമ്മൾ 7.25 താത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ തന്നെ നമ്മൾ 7.25 സ്ക്വയർ വരയ്ക്കണം. ഷോൾഡറിൻ്റെയൊക്കെ ഷേപ്പിൻ്റെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. 34ൻ്റെ കൂടെ 4 കൂടെ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 38. ഇത് നമ്മളൊരു സൈസ് കണക്കാണ്, ബോഡിയിൽ നിന്നും എടുത്ത അളവല്ല, സൈസ് പാറ്റേണാണ് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം നിങ്ങൾ എടുക്കുന്ന ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റം വരുത്തി വേണം കട്ട് ചെയ്യാൻ. അപ്പം 34ൻ്റെ കൂടെ 4 കൂടെ നമ്മൾ ചേർക്കുമ്പം 38. 38ൻ്റെ 4/1 9.5 നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഇതിൻ്റെ ഇടുപ്പ് വണ്ണം, അതായത് ഷേപ്പിൻ്റെ ആ ഒരു വണ്ണം എന്ന് പറയുന്നത് 30 ഇഞ്ചാണ്. അതിന് നമ്മൾ 4/1 7.5 മാർക്ക് ചെയ്യണം. ഒന്നേകാൽ ഇഞ്ച് ഈ സൈഡിൽ മാർക്ക് ചെയ്യണം. തയ്യൽ തുമ്പ് നമുക്ക് കൂട്ടാൻ വേണ്ടി. എന്നിട്ട് ഈ റിഗാണിൻ്റെ സെൻറ്ററിൽ നിന്ന് 2.25 ഇങ്ങനെ ആദ്യം ഒരു ഡോട്ട് ഇട്ട് വിടണം. പാരലായിട്ട് പോകണം. ഒത്തിരി കുഴിച്ചെടുക്കുകയേ ചെയ്യില്ല. എന്നിട്ട് ഈ ഭാഗത്ത് നമ്മൾ ഒരു വര വരച്ചിട്ട് 1.5 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കറക്റ്റ് 1.5 നമുക്ക് വന്നിട്ടുണ്ട്. ഇത് മിനിമം നമ്മൾ എപ്പോഴും നോക്കിക്കോണം കേട്ടോ. ഇനി അത് കൂടാതെ നെക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടുന്നേ ഇങ്ങനെ റൗണ്ട് വരച്ച് കൊണ്ടുപോയാലൂടെ നമുക്ക് കറക്റ്റ് യു കിട്ടുള്ളൂ. കൂടാതെ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ക്രോസിലേക്ക് ഈ ഭാഗം വരരുത്. ഇപ്പം ബാക്കി പീസിൻ്റെ ഏതാണ്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ബാക്കി പീസ് നമുക്ക് കട്ട് ചെയ്യാം. അത് പതുക്കെ പറഞ്ഞു തരികയും പതുക്കെ വെട്ടുകയും ചെയ്യുന്നത് നമ്മുടെ കൂടെ വെട്ടിപ്പോകാനും, കൂടാതെ സാരി ബ്ലൗസ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. ആ പഠിക്കുന്നവർക്കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ചില ഭാഗങ്ങൾ നിലവിൽ തയ്ച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം. അപ്പോൾ അവർക്കതൊരു ബോറടി പോലെ ചിലപ്പോൾ തോന്നുമായിരിക്കാം. എങ്കിലും പഠിക്കുന്നവരെയും പഠിക്കാൻ ആഗ്രഹമുള്ളവരെയും പരിഗണിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമാണ്. അതാണ് വീട്ടിലിരുന്ന് തയ്യലൊക്കെ പഠിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അറിയത്തില്ലാത്തവർക്ക് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും. അറിയാവുന്നവർ അവരുടേതായ രീതിയിൽ തന്നെ ചെയ്യുക. ഇപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. 34ൻ്റെ മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്യണം.
അപ്പോൾ നിങ്ങളിങ്ങനെ തന്നെ ഇട്ടിട്ട് ഇത് ഫ്രണ്ട് പീസ് നമ്മൾ സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പീസ് സ്ട്രെയിറ്റിൽ തന്നെ ഇങ്ങനെ ഇട്ടിട്ട് ആദ്യം ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് വ്യത്യാസം വരുത്തുന്നതിൽ ഒരു തെറ്റുമില്ല. ബാക്ക് പീസിൽ നിന്നും 1/4 ഇഞ്ച് വ്യത്യാസം വരുത്തും. ഇവിടെയും നമ്മൾ 1/4 ഇഞ്ച് തള്ളി വേണം ഇത് മാർക്ക് ചെയ്യാൻ. ഈ പീസിൽ നിന്നും 1/4 ഇഞ്ച് തള്ളി മാർക്ക് ചെയ്യണം. ഷോൾഡർ തെറ്റിപ്പോകാതിരിക്കാൻ ഷോൾഡറിന് ഇങ്ങനെ ഒരു മാർക്ക് കൊടുത്തിടുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അതിൽ 5.25 നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ മാർക്കിൽ നിന്നും നമുക്ക് 2.5 ഇട്ട് കിട്ടുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം. ഞാനിത് വീതി കൂടിയ തുണിയിലാണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ സാരി ബ്ലൗസിൽ 36 ഇഞ്ച് വീതിയുടെ തുണിയിൽ വെട്ടുമ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയ പോലെ തന്നെ ആ തുണി ബാലൻസ് വരുന്ന പോലെ ഇടാം. ഇനി നമ്മൾ വെട്ടുന്ന അതായത് ഈ മാർക്കിൽ നിന്ന് 3 ഇഞ്ച് വ്യത്യാസത്തിൽ ഇങ്ങനൊരു മാർക്ക് കൊടുക്കണം. മനസ്സിലായല്ലോ. എന്നിട്ട് ഈ ബാക്ക് സൈഡിൻ്റെ ഇവിടുന്ന് ഈ 3 ഇഞ്ച് വ്യത്യാസം വരുത്തിയ മാർക്കിലേക്ക് ഇങ്ങനൊരു വരവ്. മനസ്സിലായല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഇട്ട് വെട്ടിയാലും നിങ്ങളിടുമ്പം 1 ഇഞ്ച് പോലും തുണി വേസ്റ്റ് ആകാതെ വേണം വെട്ടാൻ. ഞാൻ കട്ട് പീസിൽ ഇത് കാണിച്ചു തരുന്നതുകൊണ്ട് എനിക്കത് പ്രശ്നമില്ല. പക്ഷേ ഇപ്പം 36 ഇഞ്ച് വീതിയിലുള്ള തുണി ഇല്ലാത്തത് കൊണ്ട് 60 ഇഞ്ച് വീതിയിലാണ് നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. ഇനി നമ്മൾ ഈ ബാക്ക് പീസ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് 4.25 ഒരു വര വരയ്ക്കും. ഇവിടെയും വരയ്ക്കുന്നു. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിന് കാണിച്ചു തരുവാണ്. ഈ 4.25 സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കണം. മനസ്സിലായോ. എന്നിട്ട് ഇങ്ങനെ തന്നെ ബാക്ക് പീസ് ഇടുന്നു. ഇത് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നു. ഫ്രണ്ട് പീസ് ഈ കാലിൽ തള്ളിയ വലയിൽ കൂടെ തന്നെ വെട്ടിയിട്ട് നിങ്ങൾക്ക് കൈക്കുഴിയുടെ കണക്കും കൂടെ ഞാൻ കൈ വെട്ടുമ്പം പറഞ്ഞു തരാം കേട്ടോ. ഇങ്ങനെ തന്നെ വെട്ടിയെടുക്കും. ഓക്കെ, വെട്ടിയെടുത്തല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ബാക്ക് പീസ് ഇനി മാറ്റിയിട്ട് കാലിഞ്ച് ഇങ്ങനെ ഒരു വരയും കൂടെ കൊടുത്തിട്ട് നമ്മൾ 30 ഇഞ്ചാണ് ഇടവണ്ണം എടുത്ത് താഴെ 30 ഇഞ്ചിൽ പകുതി 7.5 മാർക്ക് ചെയ്യുന്നു. 1.25 ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനൊരു വര ആദ്യമേ കൊടുത്തോണം. കൊടുത്തിട്ട് 3/4 ഇഞ്ച് ഈ ഭാഗത്ത് വ്യത്യാസം വരുത്തിയിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് വിടണം. മനസ്സിലായോ. 3/4 ഇഞ്ച് ഈ ഏകദേശം ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന പോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെട്ടണം. ഓക്കെ, ഇവിടുന്നാണ് നമ്മുടെ ബെൽറ്റ് പീസ് ഓക്കെ ആകുന്നത്. എളുപ്പ വഴിയിലുള്ളൊരു തിയറി പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ബെൽറ്റ് പീസ് ഓക്കെ ആയി. ബെൽറ്റ് പീസിന് നെക്ക് വലിഞ്ഞ് നിൽക്കാനൊക്കെ വേണ്ടി ഒരു 4 ഇഞ്ച് ഈ സൈഡിൽ നിന്ന് എടുത്തിടണം. ഏറ്റവും എളുപ്പ വഴിയുള്ളൊരു തിയറിയാണ് കാണിച്ചത്. ഇവിടെ ഒരു 4 ഇഞ്ച്. അപ്പോൾ നമ്മുടെ ബെൽറ്റ് പീസ് ഓക്കെ ആയി. ബെൽറ്റ് പീസ് നമ്മൾ മാറ്റി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 10 ഇഞ്ചാണ് ഡാർട്ട് ലെന്ത്. അപ്പം നമ്മൾ 10.25 ഒരു പോയിൻ്റിൽ മാർക്ക് ചെയ്തു. ഇവിടെ ഒരു മാർക്ക് ചെയ്യും. ഈ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് 1/2 ഇഞ്ച് മാറ്റിയിട്ട് ഈ ടേപ്പ് നമ്മൾ ഇങ്ങനെ വെക്കണം. എന്നിട്ട് വേണം ഇവിടെ 10.25 മാർക്ക് ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ സെൻട്രൽ ഇങ്ങനൊരു വര വരയ്ക്കുന്നു. 3 ഇഞ്ചാണ് ഇതിൻ്റെ ഡാർട്ടിൻ്റെ വിത്ത്. അപ്പോൾ 1.5 ഈ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യും. മറന്നുപോലെ 1.5 ഈ ഭാഗത്ത്.
നിങ്ങൾ അളവെടുക്കുമ്പോൾ ഈ ടക്കിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. ചിലപ്പോൾ 9.5 വരാം, ചിലപ്പോൾ 10 വരാം. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും അതിൻ്റെ കണക്ക് പ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്തിക്കോണം. ഇനി നമ്മൾ 3/4 ഇഞ്ച് ഈ സൈഡിൽ നിന്ന് എടുത്തു വിടണം. ഇവിടുന്ന് ഇതാ ഇവിടെ വരെ 3/4 ഇഞ്ച് ഈ സൈഡിൽ നിന്നും എടുത്തു വിടണം, ഇവിടെ വരെ. ഓക്കെ, ഇവിടം കൊണ്ട് നിർത്തണം, ഇവിടം കൊണ്ട് നിർത്തണം. അപ്പോൾ അത്രയും ഭാഗം മനസ്സിലായല്ലോ. എന്നിട്ട് ഇവിടെ 2 എടുത്ത് മാർക്ക് കൊടുക്കണം. സെൻറ്റർ മാർക്ക് ചെയ്തു, ഈ സൈഡ് മാർക്ക് ചെയ്തു. ഇങ്ങനെ ഇനി ഈ ഡാട്ടിൻ്റെ ഏകദേശം നിങ്ങൾ ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ നിൽക്കുന്നത് പോലെ മാർക്ക് ചെയ്തിട്ട് 3/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. 1/4 ഇഞ്ച് മതി. മാർക്ക് ചെയ്ത് ഒരു 1/4 ഇഞ്ച് ഈ ഭാഗത്ത് മാർക്ക് ചെയ്യണം. അതായത് നെക്കിന് നമുക്കൊരു ടൈറ്റ് കിട്ടാൻ വേണ്ടി ഒരു 1/4 ഇഞ്ച് ഈ ഭാഗത്ത് നമ്മൾ എടുത്ത് കളയണം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് 1/4 ഇഞ്ച് ഈ ഭാഗത്ത് മാറ്റി 3/4 ഇഞ്ച് ഈ ഭാഗത്ത് എടുത്ത് വരണം. മനസ്സിലായ? ഡോട്ടിട്ടേ 1/4 ഇഞ്ച് ഇവിടുന്ന് മാറ്റി ഓക്കെ ആയോ? എന്നിട്ട് ഏകദേശം ഈ കുഴുവിൻ്റെ സെൻട്രൽ കൂടെ വരികയും 1/4 ഇഞ്ച് 1.5 മതി, 1/4 ഇഞ്ച് ഇവിടുന്ന് മാറ്റം വരുന്ന പോലെ കാണിച്ചുകൊണ്ട് സെൻറ്ററിൽ നമ്മൾ 3 ഡാട്ട് ഇങ്ങനെ കൊടുക്കണം, നമ്മുടെ ഹാം ഗോൾ ഡാട്ട്. അപ്പം നമുക്ക് 3 ഡാട്ട് വേണം. ഇനി നമ്മൾ നോക്കേണ്ടത് ബാക്ക് പീസ് ആയിട്ട് നമ്മൾ വെട്ടിയത് കറക്റ്റാണോ നോക്കണം. ബാക്ക് പീസ് ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ വെച്ചു, ഡാട്ട് വെച്ചിട്ട് നമ്മുടെ ബെൽറ്റ് പീസ് എടുത്ത് ഇതുണ്ട്, ഇതിൻ്റെ ഇവിടുന്ന് 1/4 ഇഞ്ച് വ്യത്യാസം വരുത്തി ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് ഈ ഡാട്ടും പിടിച്ചിട്ട് നമ്മൾ ഈ സൈഡ് എന്തെങ്കിലും വ്യത്യാസം ഏറ്റക്കുറച്ചിലുണ്ടോ എന്ന് ആദ്യമേ നോക്കണം. കൃത്യമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് വെട്ടേണ്ടത് കൈയാണ്. നമ്മൾ കൈ വെട്ടുന്നത് പീസ് മറച്ചിട്ടു. എളുപ്പ വഴി തന്നെ പറഞ്ഞുതരാം കേട്ടോ. നമ്മളിവിടെ ആദ്യമേ ഒരു മാർക്ക് കൊടുത്തു, ഒരു 1/2 ഇഞ്ച് തുമ്പ് കൊടുത്തു. 8.5 ഇഞ്ചാണ് കൈ നീളം. 8.5 ഇവിടെ മാർക്ക് ചെയ്തു. 1/4 ഇഞ്ച് ഹെമ്മിങ്ങിന് മാർക്ക് ചെയ്തു. 11 ഇഞ്ച് കൈ ലൂസ് 5.5 മാർക്ക് ചെയ്തു. 11 എഴുതി വിടണം കേട്ടോ. 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനിയാണ് നമുക്ക് ഹാം ഗോളിൻ്റെ കണക്ക് വേണ്ടത്. അതായത് സൈസ് പ്രകാരം 34 ഇഞ്ച് സൈസാണെങ്കിൽ ആ ബ്ലൗസിന് 34-ൻ്റെ 4/1 3/4 ഇഞ്ച് കുറച്ച് കൈക്കുഴി നമുക്ക് കിട്ടിയിരിക്കണം. 1 ഇഞ്ച് വരെ കുറച്ച് ഇടുന്ന അളവുകളുണ്ട്. 1 ഇഞ്ച് വരെ കുറച്ച്. അപ്പോൾ 34 ആകുമ്പോൾ നമുക്ക് 4/1 8.5 മതി. 8.5-ൽ 3/4 ഇഞ്ച് കുറച്ചാൽ 7.75 നമുക്ക് തീർന്ന് കിട്ടണം. അത് പ്രത്യേകം ഓർക്കണം. നമ്മളിങ്ങനൊരു 7.75 ഇവിടെ മാർക്ക് ചെയ്യുന്നു. 7.75 മാർക്ക് ചെയ്യുന്നു. ഇങ്ങനൊരു വര ആദ്യമേ കയ്യിലൊരു ഉദ്ദേശം നമ്മൾ വരയ്ക്കണം. വരച്ചിട്ട് ഈ ബാഗ് പീസ് എടുത്തിട്ട് ബാഗ് പീസ് ഇങ്ങനെ എടുത്തിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് തയ്യൽ തുമ്പ് കൊടുക്കുന്നു.
കാലിഞ്ചും 1 പോയിൻ്റ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുന്നു. ഈ അളവ് കൃത്യമാണോ എന്ന് വെച്ച് നോക്കുന്നു. കണ്ടോ എത്രത്തോളം കൃത്യമായിട്ട് വന്നു എന്ന് നിങ്ങൾ നോക്കൂ. ഞാൻ ഒരു എഡിറ്റിങ്ങും ഈ വീഡിയോയിൽ ചെയ്തിട്ടില്ല അല്ലേ. ഇപ്പോഴാണല്ലോ നമ്മൾ വെച്ച് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷേപ്പ് സ്കെയിൽ കൊണ്ട് നമ്മൾ ഇങ്ങനൊരു വര വരയ്ക്കുന്നു. കണ്ടോ കറക്റ്റായിട്ട് നോക്കൂ. ഈ വര ഇതുവഴി കയറി ഇങ്ങനെ കയറി ഇവിടെ വന്നു. അപ്പോൾ എത്രത്തോളം ഈ ഹാം കോൾ കറക്റ്റാണെന്നുള്ളത് കൈക്കുഴി എത്രത്തോളം കറക്റ്റാണെന്ന് നിങ്ങൾ കരുതി വെച്ചോണം. 1.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു, 1.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. നമ്മൾ കൈ വെട്ടാൻ പറ്റും. ഇവിടെ നമ്മൾ മാർക്ക് കൊടുക്കണം. അപ്പോൾ കൈക്കുഴി വെട്ടുന്ന എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അതിന് കൈക്കുഴി വെട്ടാണെങ്കിൽ ഇപ്പോൾ വഴി 1.25 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്തു, 34 സൈസിൻ്റെ 2.5 ഇവിടുന്ന് മാർക്ക് ചെയ്തു. ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ നോക്കണം എത്രയുണ്ട്. 4.5 ആകുമ്പോൾ 2.25 3/4 ഇഞ്ച് ഇവിടെ വരണം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ട് വെട്ടി ഇങ്ങനെ ഇങ്ങോട്ട്. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കൈ കുഴിച്ച് വെട്ടാനുള്ള കാര്യം. എന്നിട്ട് ഈ കൈ നൂർത്തെടുത്തിട്ട് ഈ 1.25 ഇങ്ങനെ വെട്ടി ഇങ്ങനെ പോയി ഇങ്ങനെ കാൽവേസ് പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഞാനിത് ഈ ഒരു രീതിയിൽ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഒരു 3, 4, 5 എണ്ണമൊക്കെ വെട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അളവുമായിട്ടൊരു പൊരുത്തം വരും. അപ്പം കൈ വേണം ഒന്നും കൂടെ നമുക്ക് അളന്ന് നോക്കാം. ഇപ്പോൾ കൈ വെട്ടിക്കഴിഞ്ഞ് അളന്നില്ലല്ലോ. ഇതാ നോക്കൂ, ഈ മാർക്ക് കയറി വരുന്ന കണ്ടോ എത്രത്തോളം കറക്റ്റായിട്ടാണ്. ഇപ്പം നിങ്ങൾ എടുക്കുന്ന അളവിൽ നിന്നും കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നാലും ആ വ്യത്യാസങ്ങൾ വരുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞ കണക്കിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി വെച്ചോണം. ബാക്ക് പീസായി, ബെൽറ്റ് പീസായി, കയ്യിൽ നിങ്ങൾ ഇതേ അളവിലൊക്കെ ഒന്ന് വെട്ടി തയ്ച്ച് ഇതേ അളവുള്ളവർക്കൊക്കെ ഒന്ന് ഇട്ട് നോക്കി ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നല്ല മിടുക്കരായ തയ്യക്കാരായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തി ചെയ്യുക. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് തിട്ടപ്പെടുത്തി പോകാം. ഇത് ഒരു സൈസിൻ്റെ മാത്രമാണ് ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരാം. എങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന മെഷർമെൻ്റ് അനുസരിച്ച് വ്യത്യാസം വരുത്തി വെട്ടി തയ്ച്ച് പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്